നമ്മുടെ സംസ്ഥാനത്തുടനീളം ജനകീയമായ ഒരു പ്രക്രിയ നടത്തി സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി രാഷ്ട്രീയ ജാതി മതഭേദമില്ലാതെ വിപുലമായ ഒരു ചർച്ച നടത്തി. പോലീസ് അസോസിയേഷനുമൊക്കെ അതിൽ പങ്കാളികളായിരുന്നു. ബിജുവൊക്കെ അന്ന് സജീവമായി അതിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ ഒരു പ്രക്രിയയിലൂടെയാണ് നമ്മൾ ആ നിയമമൊക്കെ കൊണ്ടുവന്നത്. ഇതേ സമയത്ത് തന്നെ അത് 2006 ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഈ നിയമനിർമ്മാണത്തിനാവശ്യമായ ഒരു തുടക്കം കുറിക്കുന്നത്. മറ്റു പല സംസ്ഥാനങ്ങളും ഇതിൻ്റെ ചുവട് പിടിച്ച്, ചില സംസ്ഥാനങ്ങൾ ആ സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ച് നിയമനിർമ്മാണത്തിലേക്ക് പോയി. പക്ഷേ പലരും പോയത് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമത്തെക്കാൾ പ്രതിലോമകരമായ രീതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു പശ്ചാത്തലത്തിലാണ് കേരളം പോലീസിങ്ങിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു തുരുത്തായി ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് എന്തായിരിക്കണം എന്നതിന് രാജ്യത്തിനൊരു മാതൃക എന്ന നിലയിൽ ഉയർന്നു വരേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും പോലീസ് സേനയിൽ അംഗമാകുന്നത്. ഈ പശ്ചാത്തലത്തെ നമ്മൾ മറക്കാൻ പാടില്ല. നിങ്ങളുടെ പരാധീനതകളും പ്രശ്നങ്ങളും ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനുമൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ അവതരിപ്പിച്ച പ്രശ്നങ്ങൾ, ഈ അംഗസംഖ്യയുടെ കാര്യം, കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യം ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസൃതമായി പ്രതീക്ഷയ്ക്കൊത്തുയർന്നുകൊണ്ട് എങ്ങനെ നമുക്ക് നിയമാനുസൃതം കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ കഴിയും. അതിന് ഏറ്റവും മുഖ്യമായ ഘടകമെന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിലാണ്. നമ്മുടെ പോലീസ് സാധാരണക്കാരൻ ചെന്നെത്തുന്ന, നീതിക്ക് വേണ്ടി ചെന്നെത്തുന്ന ഇടം പോലീസ് സ്റ്റേഷനാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ആ പോലീസ് സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അംഗസംഖ്യയുടെ പ്രശ്നം. എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ വലിയൊരു ഡിബേറ്റിൻ്റെയോ ചർച്ചയുടെയോ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. വ്യക്തിപരമായി 1987 അവസാനം 88 ആദ്യം ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല പരിശീലനത്തിന്റെ ഭാഗമായി വഹിക്കുന്ന അവസ്ഥയിൽ ഈ പോലീസ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷം ഞാൻ അനുഭവിച്ചിട്ടുള്ളത് അന്നാണ്. ഞാനിത് പലയിടത്തും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം ASP മുതൽ DGP വരെ പല റാങ്കുകളിലും പല പദവികളിലും ചില സമയത്ത് വാർത്തകളിലും ഒക്കെ വരികയും വരാതിരിക്കുകയും ഒക്കെ സംഭവം ഉണ്ടായി. പക്ഷെ അന്നൊന്നും എനിക്ക് വടകര പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പോലുള്ള ഒരു സംഘർഷവും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഒരു ദിവസം പോലും എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ടുമില്ല. ഉറക്കം എന്ന് വെച്ചാൽ ഉറങ്ങാൻ കിടന്നല്ലേ. കാരണം പോലീസ് സ്റ്റേഷനുകളുടെ ഉത്തരവാദിത്വം വളരെ വളരെ വലുതാണ്. നമ്മൾ ഈ ചർച്ചയിലൊക്കെ ചില ബുദ്ധിജീവി സ്വഭാവം ഉള്ള ആളുകൾ, ഞാനത് ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുകയാണ്, പോലീസിനെ ഭയമാണ്, പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണെന്നൊക്കെ പറയും. പക്ഷെ അടിസ്ഥാനപരമായി ആവശ്യമുള്ള ആളുകൾ, എന്തെങ്കിലും മൗലികമായി ഗുരുതരമായ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഓടി വരിക തന്നെ ചെയ്യും. ഞാനത് വടകരയിൽ കണ്ടിട്ടുള്ളതാണ്. ഫ്രണ്ടിൽ നിൽക്കുന്ന ഗാർഡിനെയൊക്കെ തള്ളി മാറ്റി മുന്നിലേക്ക് വന്ന ഒരു വീട്ടമ്മയുടെ കാര്യം ഞാൻ ഓർക്കുന്നു. സാറേ, സ്കൂളിൽ പോയ എൻ്റെ മോളെ കണ്ടില്ല, തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയുള്ള ചെറുതും വലുതുമായ മാനുഷിക പ്രശ്നങ്ങളുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ ആളുകൾ എത്തുന്നത്. അവർ പോലീസിൻ്റെ പ്രതിച്ഛായ എന്താണെന്നോ പത്രം എന്താണ് എഴുതിയതെന്നോ ചാനൽ ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞത് എന്താണെന്നോ ഒന്നും അവരെ സ്വാധീനിക്കുന്നില്ല. ഞാൻ അതിനെയൊന്നും നിഷേധാത്മകമായ അർത്ഥത്തിലല്ല കാണുന്നത്. പക്ഷെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന പൗരന് കൃത്യമായി പ്രവർത്തിച്ച് നമുക്ക് യഥാസമയം അവൻ അർഹിക്കുന്ന നീതി ഉറപ്പാക്കുവാൻ കഴിയണം.
അവിടെ പരിമിതികളുണ്ട്, അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് കടന്ന് മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പദവിയിലിരിക്കുന്ന ആളായാലും ശരി, സിവിൽ പോലീസ് ഓഫീസർ ആയാലും സബ് ഇൻസ്പെക്ടർ ആയാലും IPS ഉദ്യോഗസ്ഥനായാലും നമ്മളെല്ലാം നിയമപരമായി അധികാരം കൈയാളുന്ന വ്യക്തികളാണ്. നിയമപരമായി അധികാരം കൈയാളുന്ന വ്യക്തികളാണ്. ആ നിലയ്ക്കു തന്നെ മറ്റുള്ള ആളുകൾ, സമൂഹത്തിലെ സാധാരണ ജനങ്ങളും എല്ലാം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അധികാരികളായിട്ടാണ്, അധികാരം ഉള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഈ അധികാരത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതിനെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി അത് കൊണ്ടുപോയില്ല എങ്കിൽ അത് എത്ര നല്ല മനുഷ്യനായാലും അവരെ ഉള്ളിൽ കടന്ന് അതിനെ നമ്മളുടെ പെരുമാറ്റത്തെയും ഒക്കെ സ്വാധീനിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കിയ മതിയാകും. അവിടെയാണ് മാധ്യമങ്ങളുടെയൊക്കെ പ്രസക്തി വരുന്നത്. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്കത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി, പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ ചുമതലപ്പെട്ടിരിക്കുമ്പോൾ, അതിനുള്ള അധികാരം നമുക്ക് ലഭിക്കുമ്പോൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷണ വിധേയമായില്ല എങ്കിൽ, നമ്മൾ അധികാരത്തിൻ്റെ പരിധി കടക്കുന്നുണ്ടോ എന്നുള്ള സാമൂഹ്യമായിട്ടുള്ള നിരീക്ഷണമില്ല എങ്കിൽ നമുക്ക് വഴിതെറ്റാനുള്ള സാധ്യത വളരെ വലുതാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് സംഭവിച്ചത് അതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. അവരാരും ജന്മനാ മോശക്കാരായ ഉദ്യോഗസ്ഥരായിട്ടല്ല. ഇതാർക്കും സംഭവിക്കാവുന്നതാണ്. ഞാൻ വ്യക്തിപരമായ ഒരു ഉദാഹരണം ഇവിടെ ചൂണ്ടിക്കാട്ടാമെന്ന് തോന്നുന്നു. ഈ തൃശ്ശൂരിൽ ജോലി ചെയ്യുന്ന കാലത്ത് കമ്മ്യൂണിറ്റി പോലീസിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ തുടങ്ങി. എങ്ങനെ ജനങ്ങളും പോലീസുമായി ചേർന്ന് പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച്. കാരണം നമ്മൾ ഈ അംഗസംഖ്യയുടെ പ്രശ്നമൊക്കെ പറയുമ്പോഴും എത്ര അംഗസംഖ്യ നമുക്കുണ്ടെങ്കിലും നമ്മുടെ അടിസ്ഥാനപരമായ കരുത്തെന്ന് പറയുന്നത് ജനങ്ങളുടെ സഹകരണമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരളവിൽ നമുക്ക് അംഗീകാരമുണ്ട്. അങ്ങനെ കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെമായി ബന്ധപ്പെട്ട് ഒരു ഇനിഷ്യേറ്റീവ് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നടത്തുമ്പോൾ അത് പൊതുവെ അതിന് സമൂഹത്തിൽ നിന്ന് വലിയ അംഗീകാരമായിരുന്നു. മാധ്യമങ്ങളൊക്കെ വലുതായിട്ടത് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തു. ഹിന്ദുവിലൊക്കെ വലിയ വാർത്ത വന്നു. അതിനെ തുടർന്ന് പൊതുസമൂഹത്തിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും അത്തരം ചില ഇനിഷ്യേറ്റീവ്സ് വന്നു. ഇത് ഞങ്ങളുടെ സ്റ്റേഷനിൽ വേണമെന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാനത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അത് കൊണ്ടുപോയത്. ഈ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അത് സംബന്ധിച്ച് പത്രവാർത്ത തൊട്ടടുത്ത ദിവസം വന്നപ്പോൾ പൊതുവെ പ്രധാന പത്രങ്ങളെല്ലാം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലാണ് എഴുതിയിരുന്നത്. ഒരു പത്രത്തിൽ മാത്രം ഞാൻ ഓർക്കുന്നു, മാധ്യമം, അവിടുത്തെ ലോക്കൽ ലേഖകൻ ആരാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ജില്ലാ പോലീസ് സൂപ്രണ്ട് വളരെ ധിക്കാരപരമായാണ് ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് എന്നൊരു ഹെഡിങ്ങോ അതോ പ്രാധാന്യത്തോടു കൂടി അക്കാര്യം പറഞ്ഞിരുന്നു. വലിയ പ്രാധാന്യത്തോടു കൂടിയുള്ള എങ്കിലും അല്പം. ഇത് വായിച്ചപ്പോൾ ആദ്യം എനിക്ക്, കാരണം പൊതുവെ എല്ലാവരും വളരെ വലിയ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്, ഈ മനുഷ്യൻ ആരാ എഴുതിയെന്ന് എനിക്ക് അന്നും അറിയില്ല ഇന്നും അറിയില്ല, എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്നെനിക്ക് തോന്നി. അതങ്ങ് അവഗണിക്കാനാണ് ആദ്യം തോന്നിയത്. ഞാനങ്ങ് അവഗണിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു രണ്ടാമതൊരു ചിന്ത വന്നു. അദ്ദേഹം ഇത് എഴുതാൻ ആധാരമായ ഒരു സംഭവമുണ്ട്. നമ്മൾ ഒത്തുചേർന്ന് നടത്തിയ മീറ്റിങ്ങിനിടയിൽ ഒരല്പം പ്രായമുള്ള ഒരു മനുഷ്യൻ ഒരു വേദിയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ
മോശമായ ഭാഷ ഉപയോഗിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. സ്ത്രീകളോട് പറഞ്ഞതാണ്. അത് വിവരിക്കുന്നതിനിടയിൽ ഈ മനുഷ്യൻ തന്നെ ആ മോശമായ ഭാഷയും ഒക്കെ അവിടെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതിഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ സമീപനം ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. അദ്ദേഹത്തിന് മറുപടി നൽകുന്നതിനിടയിൽ അദ്ദേഹം ഇങ്ങനെ അത് വീണ്ടും അവിടെ ആവർത്തിച്ചതിനെ കേന്ദ്രീകരിച്ച് ഞാൻ അല്പം വിമർശിച്ചൊന്നോ രണ്ടോ വാചകങ്ങൾ ഞാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനെ ആധാരമാക്കിയാണ് ഈ പത്രത്തിൽ എഴുത്ത് വന്നത്. ഞാനത് സ്വയം പരിശോധിച്ചപ്പോൾ, സ്വയം വിലയിരുത്തിയപ്പോൾ തെറ്റ് എൻ്റേതാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ മനുഷ്യൻ എങ്ങനെ പറയുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ്. ഞാൻ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, അധികാരമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് മറുപടി പറയുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടാനിടയുണ്ട്, അല്ലെങ്കിൽ എന്ന ബോധ്യത്തോടു കൂടി മെച്ചപ്പെട്ട നിലയിൽ ഞാൻ സമ്മതിക്കണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതൊരു പാഠമായിട്ടാണ് ഞാൻ എടുത്തത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ മാനസികാവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജനാധിപത്യ സമൂഹത്തിൽ മാധ്യമങ്ങൾക്കൊരു വാച്ച് ഡോഗ് ഫംഗ്ഷൻ, അധികാരമുള്ള സ്ഥാനങ്ങളെയെല്ലാം നിരീക്ഷിക്കുക. അവർ പരിധി കടക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ധർമ്മമുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ധർമ്മമുണ്ട് എന്ന് പറയുമ്പോൾ അത് പരിധി കടക്കുമ്പോൾ പലപ്പോഴും പ്രത്യേകിച്ചും ഉദ്യോഗസ്ഥരുടെ വ്യക്തിപരമായ കാര്യങ്ങളിലോട്ടൊക്കെ കടന്ന് പോകുമ്പോൾ ചില വസ്തുതകളുമായി യോജിക്കാതെയൊക്കെ വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. അതും സംഭവിക്കുന്നുണ്ട്. കാരണം പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസികമായ അവസ്ഥയുമായി, പൊതു അവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അങ്ങനെ ചില സാഹചര്യങ്ങളും പല ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായി എനിക്ക് തന്നെ അറിയാം. ഇപ്പം എൻ്റെ ചില പ്രവർത്തികൾ ചർച്ചാവിധേയമായ സന്ദർഭത്തിൽ നമ്മുടെ പ്രവർത്തികളെ വിമർശിക്കുന്നതിലും ഒന്നും നമുക്ക് പരാതിയില്ല, ശരിയായാലും തെറ്റായാലും. ഒരു മനുഷ്യൻ പറഞ്ഞു, ഈ ഹേമേന്ദ്രന് IPS പരീക്ഷ എഴുതി കിട്ടിയത് തന്നെ ആണോ എന്നെനിക്ക് സംശയമുണ്ടെന്ന നിലയിൽ. അതൊരു ചർച്ചയുടെ രസത്തിന് വേണ്ടി പറയുന്നതാണ്. ഞാൻ ആ അർത്ഥത്തിലേ എടുത്തിട്ടുള്ളൂ. എനിക്ക് അദ്ദേഹത്തോട് പ്രത്യേകിച്ച് വിരോധമോ അല്ലെങ്കിലോ ഒന്നുമില്ല. ഇത് വളരെ മൃദുവായൊരു പ്രയോഗമാണ്, ഒരു ചർച്ച ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു പ്രയോഗമാണ്. പക്ഷേ നമ്മുടെ താഴെത്തട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ വരുമ്പോൾ ചില ആക്ഷേപങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന ചില പരാമർശങ്ങൾ അത് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നെനിക്കറിയാം. ഞാനത് സാന്ദർഭികമായി മറ്റ് പ്രശ്നത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരത്ത് എന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, തമ്പാനൂരിനടുത്താണ്, നിങ്ങളെ പലർക്കും അറിയാമായിരിക്കും, നിങ്ങളെക്കാൾ ശരാശരി ആളുകളെക്കാൾ പ്രായമുള്ള ആളാണ്. അയാൾ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഉണ്ടായി. ഞാൻ ആ വീട്ടിലൊക്കെ പോയിരുന്നു. എന്നോടൊപ്പം ചില ജോലികളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിഷയത്തിൽ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടല്ല, വ്യക്തിപരമായൊരു ഒരു പരാധീനത അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടായിരിക്കണം. പക്ഷെ അത് പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട രീതി, അയാൾ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടാണ്, ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല എങ്കിൽ പോലും എന്താണ് എനിക്ക് തോന്നിയത്, അത് ഈ പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നുണ്ട്. നമ്മൾ മാധ്യമ സ്വാതന്ത്ര്യം അങ്ങേയറ്റം വിലമതിക്കുമ്പോൾ, കാരണം പൗരസമൂഹത്തിന്, നമ്മുടെ മനുഷ്യ അവകാശങ്ങൾക്ക്, എല്ലാവിധ അവകാശങ്ങൾക്കും ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണല്ലോ കേരളം. അതുകൊണ്ടാണ് പോലീസ് അസോസിയേഷന് തന്നെ ഇത്തരമൊരു വിഷയം പരസ്യമായി ചർച്ച ചെയ്യാൻ കഴിയുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ചർച്ച ചെയ്യില്ല എന്ന് മാത്രമല്ല, ചർച്ച ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പം അങ്ങനെ വരുമ്പോൾ മാധ്യമങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ പ്രതീക്ഷ വലുതാണ്, ഒപ്പം മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വവും വലുതാണ്. കാരണം നമ്മുടെ ജോലിയെ സംബന്ധിച്ചിപ്പം ഞാൻ ഒരിക്കൽ എഴുതേണ്ട, ഒരു ചുവട് അങ്ങോട്ട് വച്ചാൽ അത് അത്യാചാരമായി, അമിതാധികാര പ്രയോഗമായി, ഒരു ചുവട് ഇങ്ങോട്ട് വച്ചാൽ അത് നിഷ്ക്രിയത്വമായി. അപ്പോൾ വിമർശിക്കുവാൻ വളരെ എളുപ്പമുള്ളൊരു കർമ്മമേഖലയാണ് പോലീസിൻ്റെ. അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഈ വിമർശന ബുദ്ധിയോടുകൂടി വരുന്ന ആളുകൾക്ക് ഇതിലൊരു ബാലൻസിങ് ഉണ്ടാക്കിയെടുക്കുവാൻ
വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ച് ഇവിടെ എനിക്കൊന്ന് സ്വാഗത പ്രാസംഗികനാണെന്നൊന്ന് കുടുംബത്തിൻ്റെ പ്രശ്നം പറയുകയുണ്ടായി. അത് കുടുംബാംഗങ്ങളെയും ഒക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഒരിക്കൽ ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് സംസാരിച്ച ഒരു മനുഷ്യൻ പിന്നീട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇതൊക്കെ രാഷ്ട്രീയമല്ലേ? ഞാനും ചിരിച്ചു, അദ്ദേഹം ചിരിച്ചു. അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വ്യക്തിപരമായ ചില കാര്യങ്ങളിലോട്ട് കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും കുടുംബാംഗങ്ങളെ പോലും അത് ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അവിടെ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഉതകുന്ന തരത്തിലാണ്. കാരണം ഈ അധികാരത്തിൻ്റെ പരിധി കടന്ന് സ്വാർത്ഥമായത് വിനിയോഗിച്ചോ എന്നുള്ള നിലയിലുള്ള പരിശോധനയും ഒക്കെ ഗുണകരമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതെല്ലാം തന്നെ ഈ അംഗസംഖ്യ കൊണ്ട് മാത്രം പരിഹരിക്കപ്പെടാവുന്ന ഒരു വിഷയമല്ല പോലീസിൻ്റെ. അംഗസംഖ്യയുടെ പ്രശ്നം ഞാൻ പറഞ്ഞു വന്നത് അതവിടെ നിൽക്കുന്നുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2010 AR ലോക്കൽ ഇൻ്റഗ്രേഷൻ നടത്തിയത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. അതുമായി ബന്ധപ്പെട്ട ആദ്യ റിപ്പോർട്ട് എഴുതുവാൻ എനിക്ക് അവസരമുണ്ടായി. അപ്പോൾ ആ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ സിവിൽ പോലീസ് ഓഫീസർ എന്നുള്ള ആ ഒരു നാമധേയവും വന്നത്. അത് വെറുമൊരു നാമധേയമല്ല. സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ പോലീസിൻ്റെ സമൂഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഐഡൻറ്റിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതിന് വേണ്ടി വന്ന ഒന്നാണ്. സമീപകാലത്ത് നമ്മുടെ ഈ സംഘർഷങ്ങളെല്ലാം തന്നെ ഏറ്റവും ഫോക്കസിൽ വന്നത് അങ്ങേയറ്റം ദുഃഖകരമായ ചില ആത്മഹത്യകൾ കൊണ്ടാണ്. നമ്മുടെ ഒരു സഹപ്രവർത്തകൻ നമ്മുടെ ഇടപെടലിലൂടെ മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാകുന്ന മനുഷ്യരെ രക്ഷിക്കുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം ജീവനെടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം? ഇപ്പൊ നേരിട്ടോ അല്ലാതെയോ നമ്മുടെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ജോലിഭാരം എന്നുള്ള ഒരു പ്രയോഗം സർവീസിലിരിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നതല്ല. പലപ്പോഴും പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. കാരണം ജോലി ഒരു ഭാരമാകാൻ പാടില്ല. പോലീസിൻ്റെ ജോലി എന്നാൽ പോലീസിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമാണ്. മറ്റാരുടെ ജോലിയും ഭാരമാകാം. കാരണം നമ്മുടേത് സമൂഹത്തോടുള്ള, പൗരനോടുള്ള ഒരു കടപ്പാടും ഉത്തരവാദിത്വവും ഒക്കെയാണ്. അതൊരു ഭാരം വഹിക്കലല്ല, അതൊരു ചുമതല നിർവഹിക്കലാണ്. ആ ഒരു ബോധമുണ്ടെങ്കിലും സാങ്കേതികമായ ഒരു ജോലി ഭാരമെന്ന് പറയാം. നമ്മുടെ ഈ തിരക്കിനിടയിൽ പോലീസ് സ്റ്റേഷനുകളിലെയും പ്രത്യേകിച്ചും ഈ സിറ്റിയിൽ എനിക്കറിയാം, പല കപ്പാസിറ്റിയിൽ ഇവിടെ ജോലി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്കറിയാം, ഈ തിരക്കിനിടയിൽ പരസ്പരം മറ്റുള്ളവരുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയുവാനുള്ള അവസരം പോലും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടുക. നമ്മളൊരു വ്യക്തി ആത്മഹത്യ ചെയ്തെന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്തിനു മരിച്ചു എന്ന് നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ആളെക്കുറിച്ച് നമുക്ക് അറിയില്ല എങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. അത്തരം സാഹചര്യങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകണം. നിശ്ചയമായും നമുക്ക് നമ്മുടേതുപോലുള്ള അങ്ങേയറ്റം സങ്കീർണമായ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ മാനസികമായ സമചിത്തതയോടുകൂടി ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ വിശ്രമം കുറെയെങ്കിലും ലഭിക്കാൻ ഉതകുന്ന തരത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ അംഗസംഖ്യ മാറേണ്ടതായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ 10-20 വർഷങ്ങളായി എനിക്ക് തോന്നുന്നു നമ്മുടെ അഡ്വക്കേറ്റിനൊക്കെ അറിയാം, ഈ ഒരുപാട് നിയമങ്ങളിലൂടെ പ്രത്യേകിച്ച് ആ നിർഭയ സംഭവത്തിന് ശേഷം നല്ല സാമൂഹ്യ ഇടപെടൽ തന്നെയാണ്. ധാരാളം
സ്ത്രീ സംരക്ഷണ, കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ ധാരാളം നിയമങ്ങളിലൂടെ പോലീസിൻ്റെ ഉത്തരവാദിത്വം നിയമപരമായ ഉത്തരവാദിത്വം വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ IT രംഗത്തുണ്ടായ വികസനത്തിൻ്റെയൊക്കെ ഭാഗമായി കുറ്റകൃത്യങ്ങളുടെ മാത്രമല്ല, ജീവിതശൈലി തന്നെ. തിരുവനന്തപുരം നഗരത്തിലൊക്കെ രാത്രിയിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ സുരക്ഷിതത്വമൊക്കെ ഇത് ലോക നഗരങ്ങളിലൊക്കെ തന്നെ പലയിടത്തും വലിയ പ്രശ്നമാണ്. അപ്പം അവിടെയൊക്കെ അതൊക്കെ മാനേജ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ സജീവമായ ഇടപെടലുകൾ കൊണ്ടാണ്. ഇതൊക്കെ കണക്കാക്കി നമ്മുടെ അംഗസംഖ്യ പരിഷ്കരിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തതാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഈ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കണമെങ്കിൽ അതിനപ്പുറം, അംഗസംഖ്യയ്ക്ക് അപ്പുറം കടന്ന് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഡോക്ടർ അരുൺ നായർ അതേപ്പറ്റി വിശദമായി സംസാരിക്കും. അദ്ദേഹത്തിന് അനുഭവ സമ്പത്തുണ്ട്, അറിവുണ്ട്, നന്നായി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാനും അറിയാം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പലപ്പോഴും ഞാൻ നേരിട്ട് പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള പല ആത്മഹത്യകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങേയറ്റം നിരുപദ്രവകരമായ, വളരെ നിസ്സാരമെന്നോ ബാലിശമെന്നോ പറയാവുന്ന കാര്യങ്ങളുടെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഏതാനും വർഷം മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഇട്ട ഒരു FIR ആണ്. ആ FIR എന്ന് പറയുന്നത് UAPA ആക്ട് ഉപയോഗിച്ചുള്ള ഒരു FIR ആണ്. അദ്ദേഹത്തിന് പരിചയമില്ല, ആ പോലീസ് സ്റ്റേഷനിൽ ആർക്കും അത് പരിചയമില്ല. ആരൊക്കെ പറഞ്ഞു കൊടുത്താൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇട്ടതാണ്. അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്തല്ല, അധികം ദൂരെ അല്ലാത്ത മറ്റൊരു ജില്ലയിലാണ്. എനിക്ക് ആളിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും പറയേണ്ടതില്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം പലരും അതിൽ കുറ്റം പറഞ്ഞു, അതിൽ അപാകതയുണ്ട്, ഇത് എന്തുകൊണ്ട് വന്നു, അങ്ങനെ വന്നു, ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു. ഈ മനുഷ്യനാകെ ഭയമായി. ഇവരെല്ലാം, അദ്ദേഹം അത്തരമൊരു മാനസികാവസ്ഥയുള്ള ഒരു വ്യക്തിയാണെന്ന് കരുതുക. ഒരു പക്ഷേ ഏതെങ്കിലുമൊക്കെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ഇതിന് അത്ര വലിയ കോൺസിക്വൻസ് ഒന്നുമില്ല. യഥാർത്ഥത്തിൽ ഈ പല പ്രശ്നങ്ങളും പരിധി വിട്ട് വലുതാകുന്നത് നമ്മുടെ മനസ്സിലാണ്. ശരിയാവണ്ണം ഗൈഡ് ചെയ്യാൻ കഴിയാത്ത, എന്താണ് ഇതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന നിലയിൽ ഗൈഡ് ചെയ്യാൻ കഴിയുന്ന സഹപ്രവർത്തകരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവായി പോകാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് അല്പം മനുഷ്യന് ചിലപ്പോൾ തെറ്റുവരും, പക്ഷെ ബോധപൂർവം അധികാര ദുർവിനിയോഗം നടത്തുന്ന കാര്യങ്ങളും അതിനപ്പുറം മാനുഷികമായി ഉണ്ടാകാവുന്ന വീഴ്ചകളും ഇത് തമ്മിൽ വിവേചിക്കാൻ നമുക്ക് കഴിയണം. കാരണം ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നിയമങ്ങളൊക്കെ തന്നെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ചട്ടവട്ടമാണല്ലോ. ഇപ്പോൾ കൊലപാതകം എന്ന് നമ്മൾ പറയുമ്പോൾ വലിയ പദ്ധതിയോടുകൂടി ഗൂഢാലോചന നടത്തി രാജീവ് ഗാന്ധി അസാസിനേറ്റ് ചെയ്യുന്നത് കൊലപാതകമാണ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വീട്ടമ്മ കുഞ്ഞുമായി ആത്മഹത്യക്ക് ശ്രമിച്ചു, കുഞ്ഞു മരിച്ചു, അമ്മ മരിച്ചില്ല, അതും നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊലപാതകം തന്നെയാണ്. അതുപോലെ തന്നെയാണ് വീഴ്ചകൾ. മനുഷ്യൻ്റെ വീഴ്ചകളെന്ന് പറയുമ്പോൾ അധികാര ദുർവിനിയോഗം നടത്തി അങ്ങേയറ്റം വൃത്തികെട്ട ഒരു പ്രവൃത്തി ചെയ്ത വ്യക്തിയെയും സ്വാഭാവികമായി നമ്മുടെ തിരക്കിനിടയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രലോഭനത്തിലും ഒക്കെ സംഭവിക്കാവുന്ന വീഴ്ചയും തമ്മിൽ വിവേചിക്കാൻ നമുക്ക് കഴിയണം. പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിലുമൊക്കെ തന്നെ ജീവൻ എടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, കുറെ കാലം മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ഒരു ചിത്രം തെറ്റായ നിലയിൽ ഒരു ഗ്രൂപ്പിൽ ഇട്ടു. അദ്ദേഹം ഇടാൻ പാടില്ലാത്തൊരു ചിത്രമാണ്, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയതാണ്. സ്വകാര്യതയിൽ മറ്റൊരു വ്യക്തിക്ക് പങ്കുവയ്ക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ വന്നതാണ്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പിൽ അതിലൊരുപാട് എല്ലാം പല പോലീസിന് പുറത്തുള്ള വ്യക്തികളും ഒക്കെ ഉണ്ട്. ആത്മീയതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരിക്കലും ഇത്തരം ഒരു അബദ്ധം പറ്റി. ഒരു ചിത്രം വന്നു, അത്ര അപകടകാരിയല്ല. ഉടനെ തന്നെ ആരോ വിളിച്ച് പറഞ്ഞു,
അങ്ങേക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്. അദ്ദേഹം അതിനൊരു വിശദീകരണം തന്നു. പിന്നെ ഉടനെ തന്നെ അത് ഡിലീറ്റ് ചെയ്തു. പ്രശ്നം അവിടെ അവസാനിച്ചു. ആരും അറിയില്ല. ഒരു പക്ഷേ ഞങ്ങൾ പോലും അത് ശ്രദ്ധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഞാനത് ഓർത്തത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ ഒരു പരിഗണന ഒരിക്കലും കിട്ടില്ല. അയാൾ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ആണെങ്കിൽ. പക്ഷെ നമ്മളും അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ പേഴ്സണൽ കോണ്ടാക്ട്, വ്യക്തിപരമായ സ്വകാര്യതയിലും ഒക്കെ ഉള്ള, ജോലിക്ക് പുറത്തുമൊക്കെ ഉള്ള പെരുമാറ്റം, സർവീസിൽ നിന്ന് വിരമിച്ചാലും നമ്മളത് സൂക്ഷിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഇദ്ദേഹം പോലീസിലായിരുന്നില്ലേ എന്ന് ആരെങ്കിലും ചോദിക്കും. ഇദ്ദേഹം പോലീസിലും ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഒരു ജാഗ്രത, അല്പം എന്ന് മനഃപൂർവ്വം പറയുന്നതാണ്. കൂടുതൽ പ്രതീക്ഷിച്ചല്ലോ എന്നുള്ളത് അത് കൂടിയേ തീരൂ. കാരണം അടിസ്ഥാനപരമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, സർവീസിലും വിരമിച്ച ശേഷവും ഞാൻ കാണുന്ന എൻ്റെ നിരീക്ഷണത്തിൻ്റെ വെളിച്ചത്തിൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ലഭിക്കുന്ന സേവനത്തിനുള്ള അവസരം, സാധ്യത എന്ന് പറയുന്നത് അത് സമാനതകളില്ലാത്തതാണ്. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാകാൻ സ്വപ്നം കണ്ടുവന്ന ആളൊന്നുമല്ല. അത് ഞാൻ എഴുതിയിട്ടുണ്ട്. അവിചാരിതമായി വന്നതാണ്. പക്ഷെ നമ്മൾ അതിലോട്ട് കടന്നു ചെല്ലുമ്പോൾ മാനുഷികമായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, ആളുകളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നിങ്ങളെപ്പോലെ ഫീൽഡ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ നല്ല ഇടപെടലുകൾ എത്രയോ മനുഷ്യൻ്റെ കണ്ണീരൊക്കുന്നുണ്ട്, എത്ര പേർക്ക് ആശ്വാസം പകരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ ഒരു കർമ്മമേഖലയിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിശ്ചയമായും ഉത്തരവാദപ്പെട്ടവർ, അതിനുള്ള ശബ്ദം അതിൻ്റേതായ രീതിയിൽ അതിൻ്റെ അന്തസ്സോടുകൂടി അവകാശം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കണം. പക്ഷേ ആ പദവിയിലെത്തുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വമാണ്, അതൊരു ഭാഗ്യമാണ്, അതൊരു അവസരമാണ് എന്ന് കണ്ട് മുന്നോട്ട് പോകണം. ഞാൻ ഓർക്കുന്നു, അക്കാഡമിയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു സെമിനാറിൽ ഈ NGO, ഒരു ഉദ്യോഗസ്ഥൻ്റെ NGO നടത്തുന്ന അതിൻ്റെ മഹത്വത്തെ പറ്റി പറഞ്ഞു. അവിടെ ഈ അനാഥരായ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്ന ഒക്കെ ഒരു NGO ആണ്. ഒരുപാട് ഇതിൻ്റെ മഹാത്മ്യം വർണ്ണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരെ ചൊവ്വേ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ആ സമൂഹത്തിൽ ഇത്രയും അനാഥർ ഉണ്ടാകില്ലായിരുന്നു. അവിടെ വർഗീയ ലഹളയും മറ്റു പ്രശ്നങ്ങളും ഉണ്ടായാണ് കുറേ പേർ അനാഥത്വം അവിടെ ഉണ്ടായത്. നിങ്ങളിപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സാർത്ഥകമായ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള പ്രൊഫഷണലായിട്ടുള്ള പ്രവർത്തനം, അത് സമൂഹത്തിൽ അത് ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ്. അതിലൂടെ കൈവരിക്കുവാൻ കഴിയുന്നതിന് സമാനതകളില്ലാത്തതാണ്. ഒറ്റ കാര്യം മാത്രം 2 വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അടിസ്ഥാനപരമായ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ നിങ്ങൾ മികച്ച പ്രൊഫഷണലുകളായി ഉയരാൻ ശ്രമിക്കണം. നിയമമാണ് നിങ്ങളുടെ ആയുധം. ആ നിയമത്തെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന് അടിസ്ഥാനപരമായി നിങ്ങൾ ആ ഒരു അറിവ് നിങ്ങൾ ആർജിക്കണം. നിങ്ങളെല്ലാം നല്ല വിദ്യാസമ്പന്നരും കഴിവുള്ളവരാണ്. കാരണം കടുത്ത പരീക്ഷയിലൂടെ കടന്നു വന്നതാണ്. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് വകുപ്പ് തലത്തിൽ തന്നെ പരിശീലനവും മറ്റു പരിപാടികളും ഒക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ മികച്ച പ്രൊഫഷണലുകളായി വളരാൻ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണം. അങ്ങനെ ഉയരുകയാണെന്നുണ്ടെങ്കിൽ ഈ പോലീസ് പോലുള്ള ഉജ്ജ്വലമായ ഒരു കർമ്മമേഖലയിൽ നിങ്ങൾക്ക് സംതൃപ്തിദായകമായ ഒരു സേവനം നൽകുവാൻ കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം ഇതുപോലുള്ള വേദികളിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഉള്ള ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ വേദിയിൽ ചർച്ചകൾ തുടർന്ന് നിങ്ങൾ നടത്തുന്ന പരിപാടികളിലും അത്തരം ആശയങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വരട്ടെ. അങ്ങനെ നിങ്ങളുടെ മുന്നോട്ടുള്ള, നിങ്ങളുടെ എന്ന് പറയുമ്പം എന്നെപ്പോലുള്ളവരുടെ സുരക്ഷയൊക്കെ അതിനാണ് ആശ്രയിച്ചിരിക്കുന്നത്, അത് വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സാർ. ശ്രീ PG സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു.
അധ്യക്ഷൻ ശ്രീ സുധീർ ഖാൻ, ശ്രീ ബാലജിത്ത്, ബഹുമാനായ എ ഹേമേന്ദ്രൻ IPS, അഡ്വക്കേറ്റ് വിനീത് കുമാർ, പ്രിയ ഡോക്ടർ അരുൺ ബി നായർ, ശ്രീ CR ബിജു, ശ്രീ SR ഷിനോദാസ്, സുഹൃത്തുക്കളെ, ഈ വേദിയിലെ അസോസിയേഷൻ്റെയോ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയോ പ്രതിനിധികൾക്ക് അപ്പുറത്തേക്കുള്ള ഞങ്ങൾ 4 പേരിൽ വിഷയവുമായി നേരിട്ടെന്തെങ്കിലും ആധികാരികമായി പറയാൻ പ്രാപ്തനല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണെന്നുള്ള ബോധ്യത്തിലാണ് ഞാനിവിടെ നിന്ന് സംസാരിച്ചു തുടങ്ങുന്നത്. ഇവിടെ യോഗാധ്യക്ഷൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തെ ചേർത്ത് എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തോടുകൂടി ഞാൻ തുടങ്ങുകയാണ്. 12 വർഷം മുമ്പ് തിരുവനന്തപുരം ബ്യൂറോയുടെ ചുമതലയിൽ നിന്ന് മുഴുവൻ ബ്യൂറോകളുടെ ഏകോപനത്തിന് വേണ്ടി ഞാൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിലേക്ക് ഇൻപുട്ട് എഡിറ്ററായിട്ട് വന്നതിന് ശേഷം ഒരു ട്രെയിനിങ്ങിന് മുംബൈയിലേക്ക് പോവുകയുണ്ടായി. 12 പേരടങ്ങുന്ന ഒരു ബാച്ചിന് 4 ദിവസത്തെ ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് ആയിരുന്നു. പന്നോളം എല്ലാ ദിവസവും 365 ദിവസവും 24/7 ഡെഡ് ലൈനിൽ മാത്രം ജീവിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനിൽ നിന്ന് ന്യൂസ് മാനേജ്മെൻറ്റിന് അപ്പുറത്തേക്കുള്ള നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ് മുതൽ ഇത്തരം സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ അതിജീവിക്കണമെന്നതിന് നമ്മളെ പ്രാപ്തനാക്കുന്നത് വരെ അടങ്ങുന്ന ഒരു പരിശീലനത്തിൻ്റെ തുടക്കമായിരുന്നു അത്. പക്ഷെ അവിടുത്തെ പല പരിശീലന പദ്ധതികളും എന്നെ വല്ലാതെ ബോറടിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം പല സ്ഥാപനങ്ങളുടെയും HR മേധാവികൾ, പല സ്ഥാപനങ്ങളുടെയും മാർക്കറ്റിംഗ് മേധാവികൾ, പല ബിസിനസ് സ്ഥാപനങ്ങളുടെയും മാനേജർ, ജനറൽ മാനേജർ തസ്തികയിലുള്ളവരൊക്കെയാണ്, മലയാളികളല്ലാത്തവരാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ആധുനിക കാലത്തെ സ്വകാര്യ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തന രീതിയിൽ നടക്കുന്ന പരിശീലനവും ഞാൻ ചെയ്യുന്ന തൊഴിലിൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്ന പരിശീലന പദ്ധതിയും തമ്മിൽ ഒരുപാട് മാറി നിന്നു. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ മാനസികമായി വല്ലാത്ത ഒരു നിരാശ തോന്നി, ഞാൻ ഇതിൽ വരേണ്ടിയിരുന്ന ഒരാളാണോ എന്ന്. അപ്പോൾ നമ്മുടെ ട്രെയിനർ ടാറ്റ കൺസൾട്ടൻസിയിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുള്ള ഒരു മൂർത്തി എന്ന് പറയുന്ന വളരെ വളരെ പ്രാവീണ്യമുള്ള ഒരു നല്ല ട്രെയിനറാണ്. അദ്ദേഹം പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മുടെ മറുപടിയെല്ലാം വസ്തുതയിൽ, സത്യത്തിൽ, നമ്മുടെ ശരിയായ ബോധ്യത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. അപ്പം അദ്ദേഹം തന്നെ സ്വയം ബോധ്യപ്പെട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ചില ഏരിയകളിലെങ്കിലും നിങ്ങൾ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് അകന്നു നിന്നത്, നമ്മൾ ചില കാര്യങ്ങൾ മുറുകെ പിടിക്കുകയാണ്, അതിനുവേണ്ടി നമ്മൾ വാദിക്കുന്നു എന്നുള്ളതാണ്. എനിക്കത് മനസ്സിലായി. വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം എന്നെ പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ ചെയ്യുന്ന ജോലിയുടെ പ്രത്യേകതകൾ, അതായത് ഒരു വാർത്താ മാധ്യമത്തിൽ ഒരു പൂർണ്ണ സമയ ന്യൂസ് ചാനലിലെ ജോലിയുടെ യഥാർത്ഥ ചിത്രം ആ ട്രെയിനർക്കും കിട്ടുന്നത് ആ സമയത്ത് മാത്രമാണ്. പിന്നെ അദ്ദേഹം എനിക്ക് തന്നത് വ്യക്തിപരമായ ഉപദേശങ്ങളാണ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന നിങ്ങളുടെ ഒരു മുതിർന്ന സഹോദരനെ പോലെയാണ്. ശരിയാണ്, നമുക്ക് തൊഴിൽപരമായ പരിമിതികളും ആവശ്യങ്ങളും ഒക്കെ ധാരാളം ഉണ്ടാകും. അദ്ദേഹം ഒറ്റ വാചകം പറഞ്ഞ ആ സംഭാഷണം അവസാനിപ്പിച്ചു. നോക്കൂ, നിങ്ങൾക്ക് 2 കുട്ടികളുണ്ട്. അന്ന് എൻ്റെ ഇളയമോള് വളരെ കൊച്ചു കുഞ്ഞാണ്, 5 വയസ്സ് 6 വയസ്സ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും. അവർക്ക് സ്വന്തം പിതാവിനെ കുറിച്ച് മനസ്സിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഓർമ്മകൾ എന്താകും? വളരെ വൈകി തൊഴിൽ ഭാരവുമായി വീട്ടിലേക്ക് കയറി വന്ന് എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ കുസൃതിയോടെ ചോദിക്കുമ്പോൾ അവരുടെ നേർക്ക് ദേഷ്യപ്പെടുന്ന, എപ്പോഴും സ്നേഹം ഉള്ളിലൊതുക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാതിരുന്ന ഒരച്ഛനെയാണോ? അതോ എല്ലാ തിരക്കിലും കുറഞ്ഞത് 1-2 മണിക്കൂർ അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരച്ഛനെയാണോ അവരെ ഓർക്കേണ്ടത് എന്ന് 12 വർഷത്തിനിപ്പുറവും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പരമാവധി അതിനോട് ഏത് തരത്തിലും നീതി പുലർത്താൻ ശ്രമിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പ്രതിനിധിയായി അധ്യക്ഷൻ ഇവിടെ പറഞ്ഞ കാര്യം വളരെ വൈകാരികമായി ഉള്ളിൽ തട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവം പറഞ്ഞത്.
ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും അതിലുപരി ഒരു പൗരൻ എന്നുള്ള നിലയ്ക്കും പോലീസിനെ അടുത്ത് നിന്ന് കാണുമ്പോഴുള്ള എൻ്റെ അനുഭവങ്ങളും എൻ്റെ ആകുലതകളും എൻ്റെ ആഗ്രഹങ്ങളുമാണ് പറയാൻ ശ്രമിക്കുന്നത്. അതിൽ കുറവുകളുണ്ടാകാം, ചിലപ്പോൾ അത് വിമർശനമായി തോന്നാം, ചിലപ്പോൾ അത് അറിവില്ലായ്മയായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ ഇവിടെ തുറന്നു പങ്കുവെക്കാമെന്ന് വിചാരിക്കുക. നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ രാജ്യത്താണ്. ശ്രീ ഹേമേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും തുല്യ അവകാശം നൽകുന്നത് രാജ്യത്തെ ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് കീഴിൽ നിങ്ങളും ഞാനും ഒക്കെ സമന്മാരാണ്. ആ ഭരണഘടന ഒരു പൗരന് കടമകളും അവകാശങ്ങളും ഒരേ സമയം ഉറപ്പുവരുത്തുന്നു. ആ പൗരന്റെ കടമകൾ ഒരാൾ നിറവേറ്റുന്നു എന്നുറപ്പാക്കുകയും ആ പൗരന്റെ അവകാശം ഒരു കാരണവശാലും ലംഘിക്കപ്പെടുന്നില്ല, മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല, അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്നുറപ്പാക്കാനുമുള്ള പ്രഥമമായ ബാധ്യത ഉള്ള ഏറ്റവും നിർണായകമായ ഒരു വിഭാഗമാണ് പോലീസ്. ആ ബോധ്യം ഈ സേനയ്ക്ക് മാത്രം ഉണ്ടാവേണ്ടതല്ല. ഇതിനെ സൃഷ്ടിക്കുന്നവർക്ക്, നിയന്ത്രിക്കുന്നവർക്ക്, വളർത്തുന്നവർക്ക്, പരിപോഷിപ്പിക്കുന്നവർക്ക്, അവരാൽ സേവനം കിട്ടുന്ന ജനങ്ങൾ, ഞാനടക്കമുള്ള ജനങ്ങൾക്കും, അവരെ വിമർശന ബുദ്ധിയ കാണുന്ന സമൂഹത്തിനും മാധ്യമങ്ങൾക്കും അടക്കം എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. അത് നിങ്ങൾ, അതായത് അവർക്കും ഉണ്ടാകേണ്ടതാണ്. ആ ബോധ്യം യഥാർത്ഥ തലത്തിൽ എത്തുമ്പോൾ മാത്രമേ നമ്മളൊരു നല്ല സിവിൽ സൊസൈറ്റിയായി എന്ന് പറയാൻ കഴിയൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പോലീസിന്റെ എണ്ണത്തെയും പോലീസ് കൈകാര്യം ചെയ്യുന്ന കേസുകളിൽ ഉണ്ടായിട്ടുള്ള വർധനവും, നേരത്തെ DGP പറഞ്ഞതുപോലെ നമ്മുടെ പഴയ CRPCയും IPCയും ഒക്കെ മാറി പിന്നീട് നിർഭയ കേസിന് ശേഷം മാത്രമല്ല ഓരോ സമയത്തും നമ്മൾ നിയമം പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ കടന്നാക്രമണം നടത്തുമ്പോൾ അവരും ആവശ്യപ്പെടുന്നത് നിയമം ശക്തമാക്കണമെന്നാണ്. ഡോക്ടറുണ്ട് ഇവിടെ. അപ്പോൾ ഓരോ നിയമവും നമ്മൾ സൃഷ്ടിക്കുമ്പോൾ പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണ്, നല്ല സാമൂഹിക ഇടപെടലാണ്. പക്ഷേ ഈ നിയമത്തിന്റെ പേര് മാത്രമല്ല മാറുക എന്നുള്ളത് നമുക്കറിയാം. ഞാൻ അതിലൊരു വിദ്യാർത്ഥിയുടെ അറിവ് പോലും എനിക്ക് ഇവിടുത്തെ പോലീസ് അസോസിയേഷന്റെ ആൾ അത്രയും പറഞ്ഞുകൊണ്ട് എനിക്കൊരു സമാധാനമാണ്. ഞാൻ കുറെ കാലം തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് പോലീസ് ബീറ്റ് നോക്കുകയും കോടതി വാർത്തകൾ ശ്രദ്ധിക്കുകയും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ CRPC IPC ഉള്ളപ്പോൾ നമ്മൾ കാണുന്ന ഒരു രീതി എന്താണ്? ഈ IPC പ്രകാരം ഒരു കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കാനുള്ള മെറിറ്റ് ആ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രിസംഷൻ ആ വ്യക്തി കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളത്. ആ പ്രിസംഷൻ നിന്നുകൊണ്ട് ആ കേസ് തെളിയിക്കുക എന്നുള്ളത് പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ബാധ്യതയാണ്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അങ്ങനെയാണ്. ഒരാൾ തെറ്റ് ചെയ്തു എന്നുള്ള മുൻവിധിയല്ല, നേരെ മറിച്ച് ഒരാൾ തെറ്റ് ചെയ്തില്ല എന്നുള്ള മുൻവിധിയിൽ പക്ഷേ ശാസ്ത്രീയമായി അന്വേഷിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ വ്യക്തി കുറ്റക്കാരനാണ് എന്ന് നമുക്ക് പരമാവധി നിയമത്തിന്റെ മുമ്പിൽ നിയമപരമായി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിയും. പുതിയ കാലത്ത് നമ്മൾ നമ്മുടെ സമൂഹത്തെക്കുറിച്ച് എപ്പോഴും പറയുന്ന ഒരുപാട് ഗുണപരമായ കാര്യമുണ്ട്. പോലീസിൽ മാത്രമല്ല, മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും എംപതിയുള്ള ഒരു സൊസൈറ്റി വേറെ ഇല്ല ഇന്ത്യയിൽ, ശരിയല്ലേ? ഇത്രയും സഹജീവി സ്നേഹമുള്ള ഒരു സൊസൈറ്റി വേറെ ഇല്ല. ഇത്രയും മനുഷ്യനോട് സഹാനുഭൂതി കാണിക്കുന്ന ഒരു സൊസൈറ്റി വേറെ ഇല്ല. പൗരാവകാശങ്ങളെക്കുറിച്ച് ഇത്രയും ശബ്ദിക്കാൻ ആർജവമുള്ള ഒരു സൊസൈറ്റി വേറെ ഇല്ല. ഇത്രയും സാമൂഹ്യ ബോധമുള്ള ഒരു സൊസൈറ്റി വേറെ ഇല്ല. ഇത്രയും വാർത്താ ബോധമുള്ള ഒരു സൊസൈറ്റി വേറെ ഇല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാർത്താ മാധ്യമങ്ങളുള്ള, അതിന് ഏറ്റവും കൂടുതൽ പ്രേക്ഷക വായന സ്വാധീനമുള്ള സംസ്ഥാനമാണ് കേരളം. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ ന്യൂസ് പേപ്പറിന്റെയും ചാനലിന്റെയും എല്ലാം കൂടി പെനിട്രേഷൻ നോക്കിക്കഴിഞ്ഞാലും അതിന്റെ എത്രയോ ജനസംഖ്യയിൽ താഴെ നിൽക്കുന്ന കേരളത്തിന്റെ ഇതിന്റെ പകുതിയിൽ താഴെ മാത്രമേ വരികയുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സൊസൈറ്റി ആകുമ്പോൾ തന്നെ പോലീസിന്റെ ഉത്തരവാദിത്വവും അവിടെ കൂടുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ കടമ, ഉത്തരവാദിത്ത ബോധം, ഉത്തരവാദിത്ത ഭാരം പോലീസിലേക്ക് എത്തുകയാണ്. രണ്ട് തരത്തിലാണ്. ഒന്ന്, ഈ പൗരബോധവും പ്രതികരണശേഷിയും ഒക്കെ ഉള്ളൊരു സമൂഹമായതുകൊണ്ട് തന്നെ നിയമത്തിന്റെ മുമ്പിൽ ശരിയല്ല എന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളും
നീതി നിഷേധമായി കാണുകയും അതിൽ സ്വയം നീതി ലഭിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നീതി ഉറപ്പാക്കാനോ നമ്മൾ നിയമത്തിൻ്റെ വഴി തേടുന്നു. ശരിയല്ലേ? മറ്റു പല സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കേസിന്റെ വിചാരണ പൂർത്തിയായി ഒരു കുറ്റവാളിയാണ് അല്ലെങ്കിൽ നിരപരാധിയാണ് എന്ന് ഒരാളുടെ കാര്യത്തിൽ ഒരു വിധി കൽപ്പിക്കുന്നത് വരെയുള്ള കാലതാമസം പുതിയ കാലത്ത് എത്ര കണ്ട് നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായി രണ്ട് തരത്തിലുള്ള അപകടങ്ങൾ ഈ വാർത്ത കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ളത് എനിക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒന്ന്, അന്വേഷണ സംഘത്തിലും അന്വേഷണ ഉദ്യോഗസ്ഥരിലും പ്രോസിക്യൂഷനിലും ഉണ്ടാകാവുന്ന അമിതമായ ഭാരം, സമ്മർദ്ദം. അത് കാലവിളംബം, നീതി വൈകൽ, നീതി നിഷേധമാണ് എന്നുള്ള തത്വം നിലനിൽക്കുമ്പോൾ തന്നെ അതുണ്ടാക്കാവുന്ന സമ്മർദ്ദം. അപ്പോൾ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് കുറെ കാലം പ്രതിയായി വിചാരണ നേരിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ കിട്ടുന്ന ഒരു പ്രതി എന്നുള്ള മുദ്രയ്ക്കപ്പുറം ഒന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ ഇടയിൽ ഒരു വലിയ ശതമാനം ആളുകൾ. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ആഘോഷിക്കപ്പെടുന്നുമുണ്ട്. അത് കേവലം മാധ്യമങ്ങളുടെ ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല. മറ്റൊന്ന്, ഇനി നിയമത്തിന്റെ വഴിയെ പോവുകയാണെങ്കിൽ നീതി ഉറപ്പാക്കാൻ ഒന്നുകിൽ വൈകും, അല്ലെങ്കിൽ സാധ്യമല്ല എന്ന് കരുതുന്നവർ ഒന്നുകിൽ അത് സ്വയം നടപ്പാക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ പ്രവൃത്തിയിലൂടെ അവർക്ക് എളുപ്പമുള്ള നീതി എന്ന് കരുതുന്ന നിയമവിരുദ്ധ പ്രവർത്തനത്തിലേക്ക് പോവുക. ഇത് രണ്ടും കൂടി വരികയാണ് കേരളത്തിൽ. നമ്മൾ നല്ലൊരു സിവിൽ സൊസൈറ്റി ആണെന്ന് ഒരേ സമയം നമ്മൾ വെടിപ്പോടെ പറയുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സത്യം ചെരുപ്പിടുമ്പോഴേക്കും കള്ളം 3 വട്ടം പ്രദക്ഷിണം വെച്ച് വരും എന്ന് പറയുന്നത് പോലെയാണ് പോലീസിലേക്ക് വരുന്ന പരാതികളും പല കേസുകളുടെയും മെറിറ്റ് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ കാണുന്നത് ഈ ഒരു അവസ്ഥ പല മേഖലയിലുമുണ്ട്. ഞാൻ പറഞ്ഞത്, നിയമമാണ് ആയുധമെന്ന് DGP പറഞ്ഞ വളരെ ശരിയാണ്. പക്ഷേ ആ ആയുധം പരിശീലനം സിദ്ധിച്ച ഒരാൾക്ക് നേരാമണ്ണം പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടോ? അതിനുള്ള അവസരമുണ്ടോ? അവകാശമുണ്ടോ? ആൾബലമുണ്ടോ? ആത്മവിശ്വാസമുണ്ടോ? വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പോലീസ് സേനയിലെ ആൾബലം പോലീസിന്റെ പ്രവർത്തനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ആധികാരികമായി പറയാൻ ഞാൻ ആളല്ലെങ്കിൽ പോലും നിശ്ചയമായും ക്രമസമാധാന പാലനത്തിലും കുറ്റാന്വേഷണത്തിലും പോലീസിന്റെ ഫോക്കസ് ആവശ്യപ്പെടുന്നതിനനുസരിച്ചുള്ള ആൾബലമില്ല എന്നുള്ളത് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ്. 26 വർഷം മുമ്പ് ഒരു മാധ്യമപ്രവർത്തകനായി ഈ തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്ന കാലം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഞാൻ ഈ ദൈനംദിന റിപ്പോർട്ടിങ്ങിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് വളരെ അപൂർവമായിട്ടുള്ള വ്യക്തിപരമായി ബന്ധമുള്ളവരുമായിട്ട് മാത്രമേ അത്രയും അടുപ്പം സൂക്ഷിക്കാറുള്ളൂ. അല്ലെങ്കിൽ പോലീസുമായിട്ടാണ്. ഒരു 25 വർഷം മുമ്പ് മുതൽ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ലാൻഡ് ഫോൺ നമ്പറുകൾ ബൈഹാർട്ടായിരുന്നു. ഇപ്പോഴും അതിലെ കന്റോൺമെന്റ്, മ്യൂസിയം, തിരുവനന്തപുരം സിറ്റിയിലൊരു 3-4 നമ്പറുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് നമ്പറുകൾ, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ ഇപ്പോഴും നമ്മുടെ മനപ്പാടമാണ്. കാരണം അന്ന് ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾ നേരിട്ട് ആശ്രയിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ്. അന്നൊക്കെ നമ്മളൊരു കാര്യം വിളിച്ചാൽ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് കേസിന്റെ ഡീറ്റെയിൽസ് 2 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചാൽ ഒരു 10 മിനിറ്റൊക്കെ സംസാരിക്കും. ഒരു സമ്പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും. അത് കോട്ട് ചെയ്യേണ്ട വിവരങ്ങളാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അല്ലാതെ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശരാശരി ജീവിതം വ്യക്തിപരമായി എനിക്കൊരു അനുഭവത്തിലൂടെ, ഒന്നിലധികം അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതാണ്. ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, അതിനു മുമ്പും ഏറ്റവും വലിയൊരു ഗ്ലാമർ ജോലി എന്ന് പറയുന്നത് ഒരു സബ് ഇൻസ്പെക്ടർ ആകുക എന്നുള്ളതാണ്. പലരും ഡിഗ്രി കഴിഞ്ഞിങ്ങനെ നമ്മുടെ നാട്ടിലൂടെയൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നടക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ SI ടെസ്റ്റിന് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരേ സമയം ശാരീരികമായും അത് ബൗദ്ധികമായും പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 തവണയായി കഴിഞ്ഞാലും അത് സൈനിക സേവനമൊക്കെ എന്ന് അതിൻ്റെ വളരെ താഴെയാണ്. ഒരു സബ് ഇൻസ്പെക്ടർ ആകുക എന്ന് പറയുന്നത് ഒരു 10-30-35 വർഷം മുമ്പ് ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും വലിയൊരു അഭിമാന ബോധമാണ്.
അങ്ങനെ എൻ്റെ സഹപാഠികളായിട്ടുള്ള ഒരു 10-12 പേരെങ്കിലും സബ് ഇൻസ്പെക്ടറായി ഇന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതിൽ 2 പേർ പലപ്പോഴും ഞാൻ എൻ്റെ വളരെ വിഷമകരമായ സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ചിലപ്പം വിളിക്കുന്ന ഇവരെയൊക്കെയാണ്. വിഷമകര സാഹചര്യം വ്യക്തിപരമായ കാര്യങ്ങൾ കുറെ കൂടി ലോജിക്കലി വളരെ പെട്ടെന്ന് വളരെ ജഡ്ജ്മെന്റലായിട്ട് വളരെ നിസ്സാരമായിട്ടൊക്കെ നമ്മളോട് തിരിച്ച് മറുപടി പറയാൻ പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥർ. കാരണം ഒരു ദിവസം അവർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഇതിലൊക്കെ വളരെ സങ്കീർണമായതുകൊണ്ട്. പക്ഷെ അതിൽ 2 പേര് വളരെ ഫ്രീക്വൻ്റായിട്ട് പലപ്പോഴായി അവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നോട് സംസാരിച്ച് 2-3 തവണത്തെ സംസാരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. ഞാൻ അനുഭവിക്കുന്നതിൻ്റെ ഒരു 1000 ഇരട്ടി സമ്മർദ്ദം അവർ അനുഭവിക്കുന്നത് സ്വാഭാവികമാണ്, തൊഴിലിലെ വ്യത്യാസമുണ്ട്. പക്ഷേ എൻ്റെ ഒരു 10-1 പോലും അവർക്ക് ഈ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. അവിടെയാണ് ശ്രീ ഹേമേന്ദ്രൻ സാർ പറഞ്ഞതുപോലെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടിരിക്കുന്ന ഒരാൾക്ക് ആ പ്രദേശത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും ഭാരങ്ങളും ആകുലതകളുമൊക്കെ ഒരു വിരൽത്തുമ്പിൽ നിയന്ത്രിക്കാനോ കൈകാര്യം ചെയ്യാനോ ഒക്കെ കഴിയുന്നവരാണ് എന്നുള്ളതാണ്. കഴിയുന്നവരാണ്, സംശയമില്ല. പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകുന്ന ആകുലതകൾക്ക് മുമ്പിൽ അതിനേക്കാൾ 10-20 വർഷം സേവനം പൂർത്തിയാക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഏറ്റവും അടുപ്പമുള്ള സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. അതിലൊരാൾ ഈ സേവനം സ്വമേധയാ മതിയാക്കി പ്രത്യേക മറ്റു ജോലിയൊന്നും ഉറപ്പിക്കാതെ അദ്ദേഹം ബന്ധുക്കൾക്കൊപ്പം വിദേശത്തേക്ക് പോയി. അപ്പം വളരെ മണ്ടത്തരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഇടപഴകുന്നവർ ഒരു 70% ഒന്നെങ്കിൽ കുറ്റകൃത്യം ചെയ്തവർ, അല്ലെങ്കിൽ കുറ്റാരോപിതർ, അല്ലെങ്കിൽ പരാതിക്കാർ. പലപ്പോഴും 100% നീതിയോടെ മുമ്പിൽ വരുന്നൊരു പ്രശ്നത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്ന സമ്മർദ്ദം. ഒരു ദിവസം പോലും ചിട്ടയോടെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. സ്വന്തം വീട്ടിൽ ചിലപ്പോൾ ഭാര്യയോ മക്കളോ ഉൾക്കൊള്ളുമായിരിക്കും. പക്ഷേ ഫാമിലി കമ്പൽഷൻസ് കുറെ കൂടി കഴിയുമ്പോഴത്തേക്ക് അത് പലതരം ബന്ധങ്ങളെയും കുടുംബത്തെ പ്രതികൂലമായി ബാധിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 6 മണിക്കൂറെങ്കിലും സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ദിവസങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസം മാത്രം. അതുകൊണ്ട് അസിഡിറ്റിയായി, ആങ്സൈറ്റിയായി, ഹൈപ്പർ ടെൻഷനായി, അത് മറ്റു പല ശാരീരിക പ്രശ്നങ്ങളിലേക്കും വരുന്ന ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ജീവിതത്തിൽ ഒന്നും ചെയ്യുന്നില്ല, എല്ലാ ദിവസവും ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളൊരു നിരാശയിൽ നിന്ന് ഇപ്പം ഞാൻ മുക്തനായില്ലെങ്കിൽ പിന്നീട് വളരെ പ്രയാസമാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒട്ടും ബോധ്യപ്പെട്ടില്ല കാര്യം. അത് നേരത്തെ DGP പറഞ്ഞതുപോലെ ഒരു സേനയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരിക്കലും അങ്ങനെ വൈകാരികമായിട്ടോ ഒരു പിന്തിരിഞ്ഞോടുന്ന മനോഭാവത്തോടോ ചിന്തിക്കരുതെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം എല്ലാ തൊഴിലിനും അതിൻ്റെതായിട്ടുള്ള പരിമിതി. നമ്മൾ ഏറ്റവും സുഖമെന്ന് വിശ്വസിക്കുന്ന ബാങ്കിങ് മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവരോട് സംസാരിച്ചാൽ അറിയാം ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത്. വനിതാ ജീവനക്കാരൊക്കെ 7:30 ആയി കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പുറത്തു പോകാതെ ക്യാബിനുള്ളിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ പല ബാങ്കിലെ ബ്രാഞ്ചുകളിൽ നമുക്ക് കാണാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. ആ പ്രശ്നം എന്നുള്ളത് പോലീസ് സേനയിൽ കുറച്ച് അംഗങ്ങളെ കൂടുതൽ കൊടുത്ത് അവരുടെ ദൈനംദിന ജോലികൾ ചെയ്യാനുള്ള ആൾബലം കൂട്ടുക എന്നുള്ളതല്ല. പോലീസ് സേനയുടെ പ്രവർത്തന രീതിയിൽ പോലീസ് സേനയ്ക്ക് ലഭിക്കുന്ന തൊഴിൽപരമായ സൗകര്യങ്ങളും പരിമിതമാണ് എന്നത് നേരിട്ട് കണ്ട ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒരു 10 വർഷം മുമ്പ് ഞാൻ തന്നെ ഒരു ആവശ്യത്തിന് പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സാർ ഒരു തീപ്പെട്ടിക്കുള്ളി ഉറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ബോംബ് പോലെ ഇത് മുഴുവൻ പൊട്ടുപോയി ഏത് സമയത്ത്. കാരണം ഒരു സൈഡിൽ മുഴുവൻ ആ ദിവസങ്ങൾ ഞാൻ നോക്കുമ്പോൾ ഒരു 50,000-ഓളം ലിറ്റർ സ്പിരിറ്റ് അടുക്കി വെച്ചിരിക്കുക. അതിൻ്റെ മുമ്പിൽ വർഷങ്ങളോ മാസങ്ങളോ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത കുറച്ച് വാഹനങ്ങൾ, അതിലൊക്കെ നല്ല ഒന്നാന്തരം വിഷപ്പാമ്പുകളാണ്. ഇതിൻ്റെ ഒരു ഭാഗത്താണ് പോലീസുകാരുടെ ക്വാർട്ടേഴ്സ്, അവിടെയാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ കുട്ടികളൊക്കെ ഇതുവഴിയാണ് എപ്പോഴും പോകുന്നത്. എപ്പോഴും ഈ
ടിപ്പർ ലോറിയൊക്കെ പിടിച്ചിട്ട് എന്തിനും തയ്യാറായി നിൽക്കുന്ന സിറ്റിയിലെ നല്ല ഒന്നാന്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള കുറേ പേര് ആ സ്റ്റേഷൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പം ഇത് കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രം ഈ എപ്പോഴും വയർലെസ് ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുന്ന, ഏത് സമയവും ഒരു എമർജൻസി സിറ്റുവേഷൻ നിൽക്കുന്ന, കുറേ അധികം പേപ്പറുകൾ ഒരു പിന്നിലോ അല്ലെങ്കിൽ ഒരു ആണിയിലോ എപ്പോഴും കെട്ടിയിരിക്കുന്ന, കുറേ പേപ്പർ കെട്ടുകൾക്ക് കഴുത്തൊടിഞ്ഞിരിക്കുന്ന, ഇതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന കുറച്ച് പോലീസുകാരും ഒക്കെയുള്ള ഒരു സ്ഥലമാണ് പണ്ട് മുതൽ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ടോ എനിക്ക് സംശയമാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് 1-2 പോലീസ് സ്റ്റേഷനിൽ 1-2 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയപ്പോഴും അതിലൊരാൾ എനിക്കൊരു കസേര എടുത്ത് തരാം, ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്ലാസ്റ്റിക് കസേര എടുത്ത് എനിക്ക് ഇട്ട് തന്നപ്പോൾ ആ കസേര ഒരു ഭിത്തിയോട് ചാരി ഇരുന്നാൽ മാത്രമേ നമുക്ക് ഇരിക്കാൻ കഴിയൂ, അതായത് ഒരു കാര്യമില്ല. അപ്പോൾ എന്നിട്ട് സാധനം ഒരു ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ല സാരമില്ല എന്ന് പറഞ്ഞു. ഞാൻ കുറേ സമയം അവിടെ നിൽക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ കൈകാര്യം ചെയ്യുന്ന കടലാസുകളുടെയും ഒക്കെയാണ്. അതിൽ ഓരോ കടലാസും നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഒരാളുടെ ജീവിതം മാത്രമല്ല, ഒരു വള്ളിപുള്ളി മാറിക്കഴിഞ്ഞാൽ വേണേൽ അകത്ത് പോകാവുന്ന കേസാണ് പലതൊന്നും ആലോചിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം നമുക്ക് സിറ്റിസൺ കോപ്പി FIR കിട്ടുന്നു, നമുക്ക് ഓൺലൈനായി ആപ്പുണ്ട്, സേവനങ്ങൾ ചെയ്യാം, അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊക്കെ വരുമ്പോൾ പോലും പശ്ചാത്തല സൗകര്യത്തിൻ്റെ വർക്കിംഗ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾ കീപ്പ് ചെയ്യുന്നത്, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഒരു അന്തരീക്ഷവും തൊഴിൽ ചെയ്യുന്ന ഇടവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മാറാത്തതാണോ മാറ്റാത്തതാണോ സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു DGPക്ക് നിയമത്തിൻ്റെ പരിധിയിലുള്ള അധികാര അവകാശങ്ങളെക്കാട്ടിലും കൂടുതൽ ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടെന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തിരുത്താം. അത്രയും അധികാരപ്പെട്ട, അത്രയും ജനങ്ങളുടെ ജീവനും ജീവിതവും കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ ഒന്ന് പരസ്പരം കൈമുട്ടാതെ ഒരു അക്ഷരം എഴുതാനോ ഒന്ന് ഒപ്പിടാനോ കഴിയുന്ന ഒരു ഫിസിക്കൽ അറ്റ്മോസ്ഫിയർ നൽകാൻ കഴിയാത്തത്ര ദാരിദ്ര്യം പിടിച്ച ഒരു അവസ്ഥയാണോ നമ്മുടെ സംസ്ഥാനം? ഇന്നത്തെ കഥ മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്. ഇനി കാശുണ്ടാക്കി കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിൽ പോലീസ് മോശമാണോ? അല്ലല്ലോ. മാത്രമല്ല അങ്ങനെ ഒരു ഫണ്ടിൻ്റെയോ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയോ പേരിലാണോ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണേണ്ടത്? ഒരിക്കലുമല്ല. അപ്പം നമ്മൾ ഈ മോഡേണൈസേഷൻ, എനിക്കറിയില്ല എത്രമാത്രം ശരിയാണെന്ന്, ഇതൊക്കെ ഞാൻ പറഞ്ഞ ചിലപ്പോൾ എൻ്റെ അറിവുകൾ. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ കുറേ വാഹനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കുറച്ച് ഉപകരണങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹൈടെക് പോലീസിൻ്റെ ഭാഗമായി എവിടെയെങ്കിലും 1-2 നമുക്ക് കേൾക്കാൻ ഇമ്പമുള്ള പേരുകളിൽ ഒരു പ്രത്യേക വിങ്ങൊക്കെ തുടങ്ങുന്നു, അവർക്ക് ചില കൺട്രോൾ റൂമുകളൊക്കെ വരുന്നു. പക്ഷെ ജനങ്ങളുമായി ഇടപഴകുന്ന ഏറ്റവും താഴെ തലത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾക്ക്, പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വതന്ത്രമായി സമാധാനമായി ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാനുള്ള അന്തരീക്ഷമുണ്ടോ സംസ്ഥാനത്ത്? സംശയമാണ്. പല കാര്യങ്ങളിലും നമ്മൾ ലോകത്തിന് മാതൃകയാണെന്ന് നമ്മൾ എപ്പോഴും പറയും, ശരിയാണ്. ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതല ഒരു വനിതാ സബ് ഇൻസ്പെക്ടറെ ഏൽപ്പിക്കാനുള്ള തീരുമാനം കേരളം പോലുള്ള സംസ്ഥാനം എത്ര കാലമെടുത്തെടുത്ത തീരുമാനമാണ് എന്നാലോചിച്ച് നോക്കൂ. ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ഒരു വനിത, അല്ലേ, എത്രയോ സത്യത്തിൽ പല കാര്യങ്ങൾക്കും മാതൃകയായിട്ടുള്ള രാജ്യത്ത് അതൊക്കെ തുടങ്ങുമെന്ന് നമ്മൾ കരുതിയിരുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറയല്ല. അപ്പോൾ എന്നെപ്പോലൊരു സാധാരണ മനുഷ്യൻ എപ്പോഴും തോന്നിയിട്ടുള്ളത്, ഞാൻ ഈ തിരുവനന്തപുരം സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ 97 മുതൽ നോക്കിയാൽ, ഈ ജോലി തുടങ്ങിയ 98 അവസാനം മുതൽ നോക്കിക്കഴിഞ്ഞാൽ അന്നും ഇന്നും പല പോലീസ് സ്റ്റേഷൻ്റെയും പരിസരം ഇടിച്ചു തകർന്ന, ആരും എടുത്തുകൊണ്ട് പോകാനില്ലാത്ത കുറേ വാഹനങ്ങൾ കൂട്ടി അതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അവിടുത്തെ പോലീസ് സേനയിലുള്ള ആൾക്കാർക്ക് ഒന്ന് ഇരുന്ന് ജോലി ചെയ്യാൻ സൗകര്യമില്ലാത്ത അന്തരീക്ഷമാണ്. അതാണ് എല്ലാ പ്രശ്നവും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും, നമ്മുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാം. അതൊക്കെ ഡോക്ടറാണ് ആധികാരികമായിട്ട് പറയേണ്ടത്. നമ്മുടെ റിഫ്ലക്സ് ബാധിക്കാം, നമ്മുടെ സമാധാനത്തെ ബാധിക്കാം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് പോലീസ് അസോസിയേഷനോട് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഗുരുതരമായ ഒരു അവസ്ഥയാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് 14 ജില്ലകളിലും
പോലീസ് സേനയുടെ സേവന വേതന വ്യവസ്ഥകൾക്കോ അല്ലെങ്കിൽ പാരിറ്റി ഇഷ്യൂസിന് വേണ്ടിയൊന്നുമല്ല. പോലീസ് സേനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ജീവൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ നിലയിൽ പോകാൻ കഴിയില്ല എന്നൊരു ശക്തമായ സന്ദേശം കൊടുക്കാൻ അസോസിയേഷൻ തയ്യാറായിട്ടുള്ളത്. അത് ഞാൻ അസോസിയേഷനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആ ഉറച്ച ശബ്ദത്തിൽ ആ നിലപാടെടുക്കുകയും അതിനുവേണ്ടിയുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് പോവുകയും ചെയ്യണം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ യൂണിഫോം ഇട്ടവർക്ക് ഇങ്ങനെ ഒരു സംഘടനാ സ്വാതന്ത്ര്യമെന്നും അത് പോലീസ് സേനയിലെ രാഷ്ട്രീയ അതിപ്രസരം കൂട്ടുന്നുവെന്ന് ഒരു ഭാഗത്ത് വിമർശനമുണ്ട്. ഞാനതിനെ വിഴുങ്ങാനോ ഛർദ്ദിക്കാനോ തയ്യാറാകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനെന്തെങ്കിലും ഒരു ഗുണവശമുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അധികാരത്തിൽ ഇരിക്കുന്നവരെ കൊണ്ട് ഈ പോലീസ് സേനയിലുള്ളവർക്ക് ഞാൻ ആവർത്തിക്കുന്നു, ആത്മവിശ്വാസത്തോടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ജനങ്ങൾക്ക് ജീവന സ്വത്തിന് സംരക്ഷണം നൽകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. മാത്രവുമല്ല, എല്ലാ പരിഷ്കൃത സമൂഹത്തിലും നോക്കിക്കഴിഞ്ഞാൽ അവരാദ്യത്തെ പരിഗണന കൊടുക്കുന്നത് പോലീസിങ്ങിനാണ്. രാജ്യത്തിന് പുറത്തുമുള്ള പോലീസിങ്ങിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചൊക്കെ ശ്രീ ഹേമേന്ദ്രൻ സാറിനോട് പലപ്പോഴും സ്വകാര്യമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയാറുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തുകൊണ്ടാണ് ഉള്ള പോലീസുകാർക്കെങ്കിലും അവരുടെ നിയമവായുധമാക്കി ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിയാത്തതിന് കാരണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. വിശദീകരിക്കുന്നത് ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ അമേരിക്കൻ പ്രതിനിധി ഡോക്ടർ കൃഷ്ണകിഷോർ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം സൈനിക സ്കൂളിലെ ബെസ്റ്റ് അലൂമിനി അവാർഡ് വാങ്ങിക്കാൻ വേണ്ടി വന്ന ഒരു ദിവസം ഞാനും കൃഷ്ണനും കൂടെ കുറേയധികം സംസാരിച്ചു. സംഗീത അദ്ദേഹത്തിൻ്റെ മകള് ഒരു ലോ ഗ്രാജുവേറ്റാണ്, ലോയിൽ ഇപ്പോൾ PG ആണ് അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ US-ൽ. ഇപ്പോൾ ഒരു 4 മാസത്തെ ഇന്റേൺഷിപ്പ് അവിടുത്തെ ഒരു ഫെഡറൽ ജഡ്ജിൻ്റെ കൂടെയാണ് സംഗീത ചെയ്തത് US-ൽ, ന്യൂജേഴ്സിയിൽ. അപ്പം അതൊരു പ്രൈവറ്റ് ഫേമിലാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു $5,000 എങ്കിലും അവർക്കൊരു ആഴ്ചയിൽ കിട്ടാം. പക്ഷേ ഒരു ഏറ്റവും നീതിമാനല്ല, എന്തായാലും സ്ത്രീ ഓക്കെ, അങ്ങനെ ഒരു വനിതാ ജഡ്ജിൻ്റെ കൂടെയാണ് ഈ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഈ വനിതാ ജഡ്ജി പറയുന്നു, നമുക്കൊന്ന് പുറത്ത് പോവാം, ഒരു സാൻഡ്വിച്ച് അടിച്ച് വരാം എന്ന് പറയുന്നു. പുറത്ത് പോയി കഴിഞ്ഞിട്ട് അവർ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ, ബൈഡൻ എൻ്റെ ക്രെഡിറ്റ് തീർത്തോ എന്ന് തമാശയ്ക്ക് ചോദിക്കുകയും അവരുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് അവർക്ക് പണമില്ലാത്തത് കൊണ്ട് അവരുടെ അപ്രന്റീസിനെ കൊണ്ട് ആ പേയ്മെൻറ്റ് കൊടുപ്പിക്കുകയും ചെയ്തു. അവർ രാവിലെ വരുന്നതും പോകുന്നതും അവിടുത്തെ മെട്രോ ലൈനിലാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലം എല്ലാത്തിനും മാതൃകയെന്നല്ല ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്, സൊസൈറ്റിയും പോലീസും എപ്പോഴും ബന്ധപ്പെട്ടിരിക്കും. പോലീസിൻ്റെ മുകളിൽ നിയന്ത്രണമെന്നുള്ളതാണ് അധികാരത്തിൻ്റെ ചിഹ്നമെന്ന് കരുതുന്നതോ പോലീസിനെ ഉപദ്രവിച്ച് കീഴ്പ്പെടുത്തുന്നതാണ് ബലമെന്ന് കരുതുകയോ ചെയ്യുന്നത് പൗരന്മാർക്കാണെങ്കിലും ആ പൗരന്മാരെ നിയന്ത്രിക്കുന്ന ഭരണകൂടത്തിനാണെങ്കിലും ഭരണകർത്താക്കൾക്കാണെങ്കിലും ഒരിക്കലും ഗുണമല്ല. അതുകൊണ്ട് അത് പരമാവധി, പൂർണ്ണമായിട്ടുമല്ല, പരമാവധി തടുത്തു നിർത്തണമെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സേന, അതിന് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അത് നിയമത്തിൻ്റെയും നീതിയുടെയും സത്യത്തിൻ്റെയുമാണ്. അതിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ന് സ്വയം പ്രതിജ്ഞയെടുക്കുക, സ്വയം പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോവുക. നന്ദി.